പെരിയാറിലെ മത്സ്യക്കുരുതി നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ജീവിതം വഴിമുട്ടിയ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകാതെ സംസ്ഥാന സർക്കാർ. മത്സ്യക്കുരുതിയിൽ 150-ലധികം മത്സ്യകർഷകർക്ക് 30 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടും വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ചെറിയ ഇടപെടൽ പോലും നടത്താതെ അധികൃതർ നടത്തിയത് ക്രൂരമായ വഞ്ചനയാണ്. കടക്കണിയിൽപ്പെട്ട് നിത്യച്ചെലവിന് പോലും പണമില്ലാതെ കൂട് മത്സ്യകർഷകരും മത്സ്യത്തൊഴിലാളികളും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇവരുടെ കണ്ണുനീർ കാണുന്നില്ല. കൂട് മത്സ്യകർഷകരാകെ ഇപ്പം എന്താ പറയുക, ഒരു 14 കൂടുകളുണ്ടായിരുന്നു പെരിയാറിലും പെരിയാറിൻ്റെ കൈവഴികളിലായിട്ട്. അതിലിപ്പോൾ നാമാവശേഷമായി പോയി. അതിപ്പോൾ ഒരു എണ്ണുന്ന ആളുകൾ ഇപ്പോൾ നടത്തുന്നുള്ളൂ. കാരണം അന്ന് കിട്ടിയ പണി ചെറുതല്ല. സർക്കാർ സബ്സിഡി തന്ന് നിങ്ങൾ കൃഷി ചെയ്തു എന്ന് പറഞ്ഞ് സർക്കാർ വിളിച്ചിറക്കിയിട്ട് അതിനുശേഷം കയ്യിലെ കാശടക്കം മുടക്കി കയ്യിലെ സ്വർണ്ണങ്ങൾ അതൊക്കെ പണയം വെച്ചൊക്കെ 14 കൂടുകളിലെ ആളുകൾ ഈ മത്സ്യകൃഷി നടത്തിയിട്ട് ഒരു നിർദ്ദേശം ഇതെല്ലാം കൊന്നൊടുക്കി തിരിച്ചൊരു സഹായം അവർക്ക് ചെയ്യണ്ടേ. എന്നുവെച്ചാൽ ഓരോ കൂട്ടിലും ഒരു 1.5 ലക്ഷം രൂപ മീനുകളടക്കം പിടിക്കാൻ പാകിയ മത്സ്യങ്ങളാണ്. എന്നിട്ട് അതിന് വന്നൊരു ആശ്വാസമൊക്കെ പറയാത്തൊരു സ്ഥിതി എന്നുള്ളതാണ്. ഒരു തിരിഞ്ഞു നോക്കണ്ട ഒരാളെങ്കിലും. അത്രയും എന്നുവെച്ചാൽ ഓരോ വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ കുട്ടികളടക്കം ചെന്നിരുന്നാണ് മത്സ്യങ്ങൾ തീരുകൊടുത്തോ മക്കളെ പോലെ വളർത്തിയിരുന്ന മത്സ്യങ്ങളെല്ലാം ചത്തുപോയത് ഒരു നിമിഷം കൊണ്ടിട്ട്. ഒരു പിള്ളേർ കരച്ചിൽ നമുക്ക് നിങ്ങൾ അനുഭവിക്കണം നേരിട്ട് കണ്ട അതൊക്കെ. എന്നിട്ട് ഒരു സഹതാപവാക്യങ്ങളും പറയണ്ടേ, അതുപോലും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ലക്ഷങ്ങളാണ് കടങ്ങൾ 1-2 കൊല്ലം ഇട്ടാ ജീവിതം. ഞങ്ങളുടെ ലൈബിലിറ്റി മാത്രം എടുത്ത് നോക്കുക. ഇവിടുത്തെ ഈ കൂട് മത്സ്യ കർഷകർ ഇവിടെ ഈ പൊക്കാളിപ്പാടങ്ങളിലൊക്കെ അടക്കം കൃഷി ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ ലൈബിലിറ്റി എടുത്ത് നോക്ക് എത്രയാണ്. അതിൻ്റെ പകുതി വേണ്ടെന്ന് 4 നിങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്ത് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കടങ്ങളുടെ 4 ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അത്ര മതിയെന്ന്, ബാക്കിയൊക്കെ ഞാൻ സഹിച്ചോളാം, എവിടെയും വല്ല എന്തിനും ചെയ്തോളാം ഞങ്ങൾ. പക്ഷേ അത്രയും ചെയ്തു തരാൻ സർക്കാരിനോട് പറ്റണം. നിങ്ങൾക്ക് ഇവിടുത്തെ കൂട് മത്സ്യ കർഷകരെ കടങ്ങൾ എത്രയും നോക്കിയിട്ട് അതിൻ്റെ 4 തീർത്ത് തരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഈ മത്സ്യ കർഷകർ നേരിടുന്നത് വലിയ ദുരിതം തന്നെയാണ്. മത്സ്യക്കുരുതി നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അവഗണന മാത്രമാണ് ഈ കണ്ട കാലയളവിലൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? രോഹിണി, തീർച്ചയായും യാതൊരു തെറ്റും ചെയ്യാതെയാണ് ഈ ഒരു ജീവിതം വഴിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇവർക്ക് വരേണ്ടി വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പെരിയാറിൽ നിന്നും രാസമാലിന്യം കലർന്ന വെള്ളം കയറിയതാണ് ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. കേരളമാകെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മലിനീകരണം ഉണ്ടായിരുന്നു. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അധികൃതർ നൽകിയ വാഗ്ദാനം എല്ലാ കർഷകർക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ 1 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്. പക്ഷേ കർഷകരുടെ ഒരു അവസ്ഥ വലിയ രീതിയിലുള്ള പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള വലിയ ഒരു ദുരിതത്തിലേക്ക് അവർ നീങ്ങുകയാണ്. കാരണം അത്ര ഭീമമായ ഒരു നഷ്ടമാണ് ഈ കർഷകർക്കൊക്കെയും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പലതവണ സമരം ചെയ്തു, പലതവണ പരാതികൾ നൽകി, നിവേദനങ്ങൾ നൽകി, മുട്ടാവുന്ന വാതിലുകളൊക്കെ തന്നെയും മുട്ടി. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഇവർ നീങ്ങുകയാണ്. പ്രതിഷേധമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിത മാർഗം മൊത്തം വഴിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു കടബാധ്യതയിലേക്ക് ഇവർ പോവുകയാണ്. കാരണം ഇനി കൃഷി ചെയ്യുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചോളം വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. കാരണം ഒന്ന്, ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയാണ് കഴിഞ്ഞ തവണ മത്സ്യകൃഷി നടത്തിയത്. പക്ഷേ അത് 1 രൂപ പോലും കിട്ടാതെ അത് പൂർണ്ണമായും ചത്തൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെയാണ് ഇനി എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ പുലർത്തും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അധികൃതർ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പലതവണ പല രീതിയിലുള്ള സമരങ്ങൾ ഇവർ നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് അവർ വേദനയോടെ പറയുന്നത്. എന്തായാലും അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. അത് ഇവരുടെ കണ്ണീർ കാണാതിരിക്കാൻ പാടില്ല. കാരണം അത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, അത്ര വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇത് പറഞ്ഞ ഒരു കർഷകൻ്റെ മാത്രമല്ല 150-ലധികം കർഷകരുടെ ഒരു അവസ്ഥ കൂടിയാണ്. ഇതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ കൂടിയുണ്ട്. അത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദുരിതം മാറ്റി തരണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഇവർക്ക് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്. രോഹിണി.